രാത്രി 12:30 തൊട്ടിരിക്കാൻ തുടങ്ങിയതാണ്. 8ൻ്റെ പണി. ഒരു തരി ഉറങ്ങിയില്ല. മൂക്ക് ഛർദിലായി. പൊറോട്ട തിന്നണം എന്ന് പറഞ്ഞുകൊണ്ട് പൊറോട്ട തിന്നതാണ്. അവൾക്ക് ദഹിച്ചില്ല. രാത്രി മൊത്തവും ഛർദിച്ച് വാരി 2-3 തവണ ഛർദിച്ച് അങ്ങനെ പെരയ്ക്കകമൊക്കെ തുടച്ച് ഫാനൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ഇരുത്തുകയാണ്. എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാൻ എണീറ്റിരിക്കുകയാണ്. നമുക്ക് പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റരുത്. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പൊറോട്ട മേടിച്ചു കൊടുക്കല്ലോ, ഒരിക്കലും. കാരണം ദഹിക്കൂല. മൈദാമാവാണ്, കുതിർന്ന് കിടക്കത്തേ ഉള്ളൂ. എൻ്റെ ഉപ്പാട് വന്ന് ശരിക്കും അവൾ വെളുക്കോളം ഛർദിലായിരുന്നു. ഛർദിച്ച് മാണ്ട് പോയി കുഞ്ഞുങ്ങൾ. പൊറോട്ട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അവൾ തന്നെയാണ് വിളിച്ച് പറഞ്ഞത്, വാപ്പി പൊറോട്ട വേണേന്ന്. ആണ്ടേ ഇതാണ് ഒരവസ്ഥ. അതിൻ്റെ മണ്ടയിൽ കിടന്നിരുന്ന ബെഡ് മൊത്തവും തലകണ ഉൾപ്പെടെ ഫുള്ളും ഛർദിലായി. അങ്ങനെ വെളുപ്പാങ്കാലം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റിരിക്കുന്ന ഇരുത്തയാണ്. എന്താ മാണ്ട് പോയി എൻ്റെ കുഞ്ഞ്. കൂട്ടിന് വന്ന് സ്നേഹിക്കാൻ വന്നയാൾ പാത്തുവിൻ്റെ അടുത്ത് മൂക്കളെടുത്ത് അങ്ങനെ എന്തോ കണ്ടുകൊണ്ടങ്ങ് പോയി. പിന്നെ വെക്കുന്ന തന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അതിനിടയ്ക്ക് മോനിക്ക് 6 മണി ആകുമ്പോഴത്തേക്ക് 6:30 ആകുമ്പോഴത്തേക്ക് അവന് ട്യൂഷന് പോകണം. അതിനിടയ്ക്ക് നല്ല മഴയുണ്ട്. അങ്ങനെ പെട്ടെന്ന് ബീട്രൂട്ടൊക്കെ വെച്ചൊരു ഇടിയപ്പം ഉണ്ടാക്കുകയാണേ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ബീട്രൂട്ട് ഇടിയപ്പമൊക്കെ. ഇവിടെയൊക്കെ അങ്ങോട്ട് ഇടിയപ്പമൊക്കെ ആണ്ടിലുണ്ടാക്കിയാൽ തന്നെ വലിയ ഇഷ്ടമല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ അങ്ങ് നല്ല കണക്കിന് പോവും. പക്ഷേ ഇടിയപ്പം വേറെ കറികളോടങ്ങോട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ താണ്ടേ കറിയുമായി. രാവിലെ തന്നെ വീട്ടുജോലികൾ പെട്ടെന്ന് ഒതുക്കാൻ നോക്കുകയാണ്. വിറകടുപ്പായതുകൊണ്ടാണ്, ചിമ്മിനി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചാമ്പൽ കയറുന്നതും. അതിനിടയ്ക്ക് താണ്ട് അവിടെ ഒരു ഉറക്കമാണ്, കള്ളത്തരമാണ് കേട്ടോ. തല ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് കാലപ്പുറത്തോട്ടും. നമ്മളവളെ സ്നേഹിക്കാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോൻ്റെ കുപ്പിയാണ്, വെള്ളം കൊണ്ടുവന്ന കുപ്പിയാണ്. അതും പിടിച്ചുകൊണ്ട് കിടക്കുന്നത്. നമുക്കറിയാം അവളെ സ്നേഹിക്കുന്നത് നമ്മളാണെന്നും ഒക്കെ അറിയാം. ഇക്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ണുപോലും തുറക്കൂല. ഇക്കിളാക്കി കഴിഞ്ഞാൽ കണ്ണുപോലും അവൾ തുറക്കൂല. അങ്ങനെ ഏതാണ്ടേ അതിനിടയ്ക്ക് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു. പെട്ടെന്ന് തന്നെ ഒരുങ്ങി മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. നമുക്കിവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, റോഡുവിള അൽഷിഫ എന്ന് പറയും. അങ്ങനെ മോളെയും കൊണ്ട് കാണിക്കാനെത്തിയതാണേ. അങ്ങനെ ഡോക്ടർ ഇഞ്ചക്ഷൻ വയ്ക്കാൻ പറഞ്ഞു. അവൾ കൂളായിട്ട് ആ ഇഞ്ചക്ഷനൊക്കെ കൊണ്ട് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അടിപൊളി മഴയായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഒരു മണിക്കൂറോളം പോസ്റ്റായി, ഞാനും എൻ്റെ കൊച്ചും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് ചെയ്യണേ.